കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിന് ഇടയുണ്ടായ സ്ഫോടനത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. CPM അനുഭാവികൾക്കാണ് പരിക്കേറ്റത്. മുളിയാന്തോട് ആളൊഴിഞ്ഞ വീടിന്റെ ടെറസിന് മുകളിൽ വെച്ച് രാത്രി 1 മണിയോടെയാണ് സംഭവം. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, നേരത്തെ 2 പേർക്ക് പരിക്കുന്നുള്ള വിവരമായിരുന്നു ലഭ്യമായത്. 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരികയാണ്. ഇവർ 4 പേർ ചേർന്നായിരുന്നു ബോംബ് നിർമ്മിച്ചത്. ഇവരുടെ പരിക്ക് എങ്ങനെയുണ്ട്? പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി. എങ്ങനെയാണ് പോലീസ് അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ? ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ മൂളിയാന്തോട് ആളൊഴിഞ്ഞ വീടിൻ്റെ ടെറസിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ 4 പേരിൽ 2 പേരുടെ നില ഗുരുതരമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. 2 പേരെയാണ് ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കൈവിരലടക്കം കൈപ്പത്തി അടക്കം തകർന്നു. കൈവിരൽ ഏതാണ്ട് 30 മീറ്റർ അകലത്തേക്ക് തെറിച്ചുപോയി. മുഖത്തടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഈ ഗുരുതരമായി പരിക്കേറ്റവരെയാണ് ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മറ്റ് 2 പേർ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലാണെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പരിക്കേറ്റ പരിക്കേറ്റ 4 പേരും CPM അനുഭാവികളാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പാനൂർ അടക്കമുള്ള മേഖല, പ്രത്യേകിച്ചും വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലം അടുത്തിരിക്കുന്ന വേളയിൽ ഈ സ്ഫോടനമടക്കം ഉണ്ടാകുന്നത് സമാധാന അന്തരീക്ഷം തകർക്കാനൊരു നീക്കത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ലോക്സഭാ മണ്ഡലമാണല്ലോ, അവിടെ CPM അനുഭാവികൾ തന്നെയാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. 4 പേർക്ക് CPM അനുഭാവികളാണ്. ഇവരാണ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായതും. പാർട്ടിയുടെ പ്രാദേശിക ഭാഗത്തു നിന്നെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതികരണം വരുന്നുണ്ടോ? ഇതിലിപ്പോൾ പരിക്കേറ്റ വിനീഷ് എന്ന വ്യക്തി CPMന്റെ പാനൂരിലെ പ്രാദേശിക നേതാവിൻ്റെ മകനാണ്. CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. മാത്രമല്ല ഇവർക്ക് നിരവധി ക്രിമിനൽ കേസുകളുണ്ട്, അതിൽ രാഷ്ട്രീയ കേസുകളും ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും CPM ഇത് സംബന്ധിച്ചൊരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും രാഷ്ട്രീയമായി കൂടി, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ എതിർകക്ഷികൾ തീർച്ചയായിട്ടും അതിനെ രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഉഗ്ര സ്ഫോടനമാണ് നടന്നത്, ചെറിയ സ്ഫോടനമല്ല. പ്രത്യേകിച്ചും പാനൂർ അടക്കമുള്ള മേഖലയിൽ പലപ്പോഴായി ഇത്തരത്തിൽ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ അടുത്തിടെയായി ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ നടന്നിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വീടിൻ്റെ ടെറസിൽ വെച്ച് രാത്രി 1 മണിയോടുകൂടി ബോംബ് നിർമ്മാണം നടത്തുക, ബോംബ് സ്ഫോടനം അവിടെ ബോംബ് പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ പരിശോധനയടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൈവിരലടക്കം ഏതാണ്ട് 30 മീറ്റർ ദൂരത്തേക്ക് തെറിച്ചു പോയെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് മാധ്യമങ്ങളൊന്നും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. പ്രധാനമായും അവിടെയൊക്കെ തന്നെ വലിയ പോലീസ് സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ ഭാഗത്ത്, പ്രത്യേകിച്ചും പാനൂർ അടക്കമുള്ള മേഖലയിൽ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാനൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തുകൊണ്ട് തടയിടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ എതിർ പാർട്ടികൾ ഉന്നയിക്കുന്നത്.